നമ്മുടെ സ്റ്റാൻഡ് എന്താണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത തീരുമാനം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മളിലൂടെയും ചെയ്യാൻ പറ്റുന്നത്. ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഭയങ്കര തെളിവാതിന്. ശമൂവേലിനോട് ദൈവം ചോദിക്കുന്നൊരു വാക്ക് എന്താണെന്നറിയാവോ? അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഒരു പുറപ്പാട് ശമൂവേലിൽ നിന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവം ചെയ്ത പ്രവൃത്തി ശമൂവേൽ ഉൾക്കൊള്ളും എന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവം ചെയ്ത പ്രവൃത്തി ശമൂവേൽ ഉൾക്കൊണ്ടു എന്ന് ദൈവം മനസ്സിലാക്കി. പക്ഷെ ഉൾക്കൊണ്ടിട്ടും ശമൂവേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പുറപ്പാടുണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമുക്കറിയാം. വായിക്കുന്നവരാണ്, കേൾക്കുന്നവരാണ്, ഗ്രഹിക്കുന്നവരാണ്, പ്രസംഗിക്കുന്നവരാണ്, നോട്ട്സ് തയ്യാറാക്കുന്നവരാണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും എവിടെയൊക്കെയോ ബ്ലോക്കാക്കിയിടുന്ന ഒരു ദുഃഖത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനെ ഭരിച്ചാൽ, ഒരു ദുഃഖത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനെ ഭരിച്ചാൽ അവൻ്റെ പുറപ്പാടുകൾ വൈകും. അവൻ്റെ പുറപ്പാടുകൾ വൈകും. ആ ദൈവശബ്ദം കട്ടിയോടെ ശമൂവേലിൻ്റെ കാതുകളിലേക്ക് വന്ന് പതിക്കുന്ന ആ രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. അനന്തരം യഹോവ ശമൂവേലിനോട്, എന്താണ് അനന്തരം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ അനന്തരം എന്ന വാക്കിന് ഞാൻ ഇങ്ങനൊരു കാര്യം മനസ്സിലാക്കുന്നു. ദൈവം ശമൂവേലിനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി സമയമായി. കാരണം മാനുഷിക വികാരങ്ങളെ, നമ്മുടെയൊക്കെ വൈകാരിക അനുഭവങ്ങളെ കൺസേൺ ചെയ്യുന്ന, പരിഗണിക്കുന്ന ഒരു മനസ്സ് ദൈവത്തിനുണ്ട്. നമ്മുടെയൊക്കെ നൊമ്പരങ്ങളെ പരിഗണിക്കുന്ന ഒരു മനസ്സ് ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളി, എന്താണ് നീ ഇത്രയും നേരം ഇവിടെ കയറി ഇരിക്കുന്നതെന്നൊന്നും ചോദിക്കാതെ നീ എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടിരിക്കും. മീൻസ് ശമൂവേലിൻ്റെ ദുഃഖത്തിൻ്റെ ആരംഭം മുതൽ ദൈവം ഈ പ്രതികരിക്കുന്ന ഈ സമയം വരെ ദൈവം വെയിറ്റ് ചെയ്തു. നീ ആ ദുഃഖത്തെ തരണം ചെയ്യും, ഞാൻ എന്തിനത് ചെയ്തു എന്ന് നീ ഉൾക്കൊള്ളും, നീ അതിനുശേഷം നീ ശരിയായ ഒരു തീരുമാനം എടുക്കും. പക്ഷെ ഇപ്പോഴും അപ്പോഴത്തെ ദുഃഖത്തിനകത്ത് തളയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നും ഇതൊരു ശരിയായ ശൈലി അല്ല ശമൂവേലിനെ പോലെ ഒരു പ്രവാചകന്റെ മേൽ നിൽക്കുന്നത് എന്നും തിരിച്ചറിയുന്ന ദൈവം ആ ദുഃഖത്തിന്റെ സ്പിരിറ്റിനോട് സംസാരിക്കുന്നു. ശമൂവേലിനെ തളച്ചുകൊണ്ടിരിക്കുന്ന സ്പിരിറ്റിനോട് സംസാരിക്കുന്നു. ശമൂവേലിന്റെ ആ സാഹചര്യത്തോട് സംസാരിക്കുന്നു. നീ എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടിരിക്കും, മീൻസ് നീ എത്രത്തോളം എൻ്റെ പ്രവർത്തികളെ വൈകിപ്പിക്കും, നീ എത്രത്തോളം അടുത്ത നിയോഗത്തിലോട്ടുള്ള നിന്റെ ആ യാത്രയെ നീയായി തന്നെ മുടക്കി വയ്ക്കും, നീ എത്രത്തോളം അടുത്തൊരു ദൗത്യം ചെയ്യാൻ നിന്നെ തന്നെ നീ വിലക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ ദൈവശബ്ദം ആരുടെയൊക്കെയോ ജീവിതങ്ങളിൽ വന്ന് പതിക്കുന്നത് എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. കുഞ്ഞേ, ഒരു ദുഃഖം അത് എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എല്ലാ കാലവും ദുഃഖത്തിനകത്ത് കയറിയിരിക്കുന്നത് പല യാത്രകൾക്കും പല വാഗ്ദത്ത പൂർത്തീകരണത്തിനും നാം നമുക്ക് തന്നെ വിലങ്ങുവെക്കുന്നതിനും വിലക്കിടുന്നതിനും തുല്യമാണ്. നീ എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് ദൈവം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്നാന്നറിയാവോ?
ഞാൻ ചെയ്തത് നീ അറിഞ്ഞിരിക്കെ. ഒരു ഭക്തന് മനസ്സിലാകാൻ പറ്റാത്ത പോലത്തെ ദൈവപ്രവൃത്തികളൊന്നും ഇല്ലത്രേ. തിരുവെഴുത്ത് വായിക്കുമ്പോൾ വചനം പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ശൗലിനെ ഇസ്രായേലിന്റെ രാജസ്ഥാനത്തിൽ നിന്ന് തള്ളി എന്ന് അറിഞ്ഞിരിക്കെ. അപ്പോൾ ശമൂവേലിന് മനസ്സിലാകാഞ്ഞ കാര്യമൊന്നും അല്ല. ശമൂവേലിന് മനസ്സിലാകാഞ്ഞ കാര്യമൊന്നും അല്ലത്. ഞാൻ ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്ന് തള്ളി എന്ന് അറിഞ്ഞിരിക്കെ. ശമൂവേലിനൊരു കാര്യം മനസ്സിലായി, ഇതെന്തുകൊണ്ടാന്ന്. എന്നിട്ടും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാ തെറ്റ്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ച പറ്റിയതെന്ന്, ഒരു പരാജയം വന്നതെന്ന് നമുക്ക് തന്നെ അറിയാം. അതിന് ഇനിയിപ്പോൾ ഒരു പ്രവാചകന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെയും ആ വീഴ്ചയെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് ഇരട്ടിത്തെറ്റും ഇരട്ടിപ്പാപവുമാണ്. 2 ജീവപര്യന്തത്തിന്റെ തെറ്റ് ചെയ്യുന്നതിന് സമമാണ്. ഓ ഹല്ലേലൂയ, കം ഓൺ. നമ്മുടെ പ്രാർത്ഥനക്കുറവ് കൊണ്ട് ചില വീഴ്ചകളൊക്കെ ജീവിതത്തിൽ വന്നെങ്കിൽ അതിനൊന്നും നമ്മൾ ദൈവത്തെയോ മനുഷ്യരെയോ പഴിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ തന്നെ ഉദാസീനത കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ, നമ്മുടെ തന്നെ ചിന്താക്കുറവ് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ, നമ്മുടെ തന്നെ തയ്യാറെടുപ്പുകളില്ലായ്മ കൊണ്ട് ചില വീഴ്ചകൾ സംഭവിച്ചെങ്കിൽ, നമ്മുടെ തന്നെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ചില കാര്യങ്ങൾ സംഭവിച്ചെങ്കിൽ, നമ്മുടെ തന്നെ ശരിയാവണ്ണം ദൈവശബ്ദം കേൾക്കാനുള്ള ക്ഷമയില്ലായ്മ, നമ്മുടെ അമിത തിരക്ക്, ഇതൊക്കെ കൊണ്ട് ചില കാര്യങ്ങൾ സംഭവിച്ചെങ്കിൽ, അശ്രദ്ധ കൊണ്ട് ചില കാര്യങ്ങൾ സംഭവിച്ചെങ്കിൽ, പിന്നെയും അതിനെയും കൊണ്ട് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം വീഴ്ചയുടെ കാര്യം ഒരു പ്രവാചകനോട് എന്നതുപോലെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ ഉള്ളത്തിലും ഇടപെടുന്നു. വീഴ്ചയുടെ കാരണം ഒരു പ്രവാചകനോട് എന്നതുപോലെ ഓരോ ഉള്ളകളിലും ദൈവം ഇടപെടുന്നു. ഞാനൊരു തെറ്റ് ചെയ്താൽ എന്നോട് ദൈവം, അല്ലെങ്കിൽ എൻ്റെ മനസാക്ഷിയിലൂടെ എൻ്റെ ദൈവം എന്നെ അത് ഉണർത്തിക്കും. ഇയാൾ ചെയ്തത് തെറ്റാ. ഒരു പ്രവാചകനോട് എന്നതുപോലെ ദൈവം സംസാരിക്കുന്നു. ശമൂവേലിനോട് കർത്താവ് ചോദിക്കുന്ന കാര്യം ഏതാ? ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളി എന്ന് അറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച്, അവിടെ ഒരു തള്ളിയ കാര്യത്തെക്കുറിച്ച് ശമൂവേൽ വിഷമിക്കുന്നേ. നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിച്ചു കൊണ്ടിരിക്കും. ദൈവം തള്ളിയതിൻ്റെ പുറകിൽ കയറി പിന്നെ നിൽക്കല്ല്. ദൈവം തള്ളിയതിൻ്റെ പുറകിൽ പിന്നെ ദുഃഖിച്ചുകൊണ്ട് നിൽക്കല്ല്. അത് ചിലപ്പോൾ ഒരു മനുഷ്യനായിരിക്കാം, ചിലപ്പോൾ ഒരു വിഷയമായിരിക്കാം, ചിലപ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കാം, പക്ഷേ ദൈവം തള്ളിയതായിരിക്കും. ദൈവം തള്ളുന്നതിൻ്റെ പിന്നിൽ ഒത്തിരി കാരണങ്ങളുണ്ട്. ദൈവം വെറുതെ ഒരു മനുഷ്യരെയും തള്ളത്തില്ല. ദൈവം മനുഷ്യരെ തള്ളാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. ശമൂവേലിന്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ അതിന് ചെറിയൊരു ചെറിയൊരു കാരണം ഞാൻ നിങ്ങൾക്ക് അതിൻ്റേത് മുമ്പോട്ട് വെക്കാം മനസ്സിലാകാൻ വേണ്ടി. എന്തൊക്കെ കാര്യങ്ങൾക്ക് ദൈവം തള്ളാം, ഒത്തിരി കാര്യങ്ങൾക്ക് ദൈവം തള്ളാം. എന്നാൽ അതിൽ ഒരു കാര്യം ഇതാണ്: മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയും വിഗ്രഹാരാധനയും പോലെയുമാകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. കണ്ടോ, ഒരു മത്സരം ആഭിചാരമായിട്ടാണ് ദൈവം കണക്കിടുന്നത്. അനാവശ്യമാകുന്ന ശാഠ്യം, വാശി, ഇത് മിഥ്യ പൂജയായിട്ടാണ് ദൈവം കണക്കിടുന്നത്. വിഗ്രഹാരാധനയായിട്ടാണ് ദൈവം കണക്കിടുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ തള്ളുന്നത് ദൈവത്തെ തള്ളുന്നതിന് തുല്യമായിട്ടാണ് ദൈവം കണക്കിടുന്നത്. അതുകൊണ്ടാണ് പല രാജസ്ഥാനത്തിരിക്കേണ്ടവരും ഇന്ന് മാറി നിൽക്കുന്നത്, പല ഉയർച്ചയിലിരിക്കേണ്ടവരും ഇന്ന് മാറി നിൽക്കുന്നത്, പലയിടത്തും പലരെയും അഭിഷേകം ചെയ്യേണ്ടവർ മാറി നിൽക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന്ന് ആരോടൊക്കെയോ പറയുന്നു, ദൈവം തള്ളിക്കളഞ്ഞതിൻ്റെ പുറകിൽ കയറി മധ്യസ്ഥത അണച്ചുകൊണ്ട് നിൽക്കല്ല. ദൈവം തള്ളിക്കളഞ്ഞതിൻ്റെ പുറകിൽ കയറി മധ്യസ്ഥത പിടിച്ച് നിൽക്കരുത്. ഞാൻ ശൗലിനെ
തള്ളി എന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച്, ദൈവം ചെയ്തൊരു പ്രവൃത്തിയെക്കുറിച്ച് ഇപ്പോൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു തീരുമാനത്തിനെതിരായിട്ട് ഇപ്പോൾ ദുഃഖിക്കുന്നത്. ദൈവത്തിൻ്റെ ശരിക്കെതിരായി ഇപ്പോൾ ദുഃഖിക്കുന്നത്. നീ എത്രത്തോളം നീ ദുഃഖിച്ചു കൊണ്ടിരിക്കും. ആകയാൽ കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബെത്ലഹേമ്യനായ ഈശായിയുടെ അടുക്കൽ അയക്കും, അവൻ്റെ മക്കളിൽ ഞാൻ ഒരുവനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തേ, ദൈവം തള്ളിയതിൻ്റെ പുറകെ നീ നിൽക്കണ്ട. പുതിയ കാര്യങ്ങൾ ദൈവം നിങ്ങളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പുതിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ദൈവത്തിന് സംസാരിക്കാൻ കൊള്ളാമെന്നുള്ളൊരു വ്യക്തിയായതുകൊണ്ടാണ് ശമൂവേലിനോട് ദൈവം സംസാരിച്ച്. ഒരാമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളോട് സംസാരിക്കാൻ കൊള്ളാമെന്ന് ദൈവം കാണുന്നു. നിങ്ങളിലേക്ക് നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, എനിക്ക് നിന്നോട് സംസാരിക്കാൻ കൊള്ളാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. നിന്നോട് സംസാരിക്കാൻ കൊള്ളാം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ തിരുവെഴുത്ത് കേൾപ്പിച്ചു ഉണർത്തുന്നേ. നീ ചില ദുഃഖത്തിനകത്ത് തളയ്ക്കപ്പെട്ടിരിക്കുകയാണോ? യാത്രകൾ വൈകും. കൊമ്പിൽ തൈലം നിറയാൻ വൈകും. അഭിഷേകം ചെയ്യാൻ വൈകും. യാത്ര പുറപ്പെടാൻ വൈകും. കാലതാമസം വരുത്തുന്ന എല്ലാ ദുഃഖത്തിൻ്റെ സ്പിരിറ്റുകളെയും ശാസിക്കുക. ഇതൊരു കെണിയാന്ന് തിരിച്ചറിയുക. എല്ലാ ദുഃഖത്തിൻ്റെ സ്പിരിറ്റുകളും ശാസിക്കപ്പെടുന്നു ഈ സെക്കൻഡിൽ. ദൈവത്താൽ എല്ലാ ദുഃഖത്തിൻ്റെ സ്പിരിറ്റുകളും ശാസിക്കപ്പെടുന്നു. ദൈവത്താൽ ഒരു വിടുതൽ നടക്കട്ടെ, ഒരു ബ്രേക്ക് ത്രൂ നടക്കട്ടെ. കൊമ്പിൽ തൈലം നിറയേണ്ട സമയം കഴിഞ്ഞു. കൊമ്പിൽ തൈലം നിറയ്ക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോഴും ദുഃഖത്തിനകത്തിരിക്കുന്നത് കൊണ്ട് കൊമ്പ് താഴെ തന്നെ ഇരിക്കുക. കൊമ്പ് ടേബിൾ ടോപ്പിൽ ഇരിക്കുക. യേശുവിന്റെ നാമത്തിൽ ആ കൊമ്പ് കൈകൊണ്ടെടുക്കേണ്ട സമയം കഴിഞ്ഞു. ശമൂവേൽ, നീ ഇപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുവാണോ? ഞാൻ തള്ളിയതിനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുവാണോ? നിനക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുവാണോ? പുതിയത് നേടാൻ കൊമ്പിൽ തൈലം നിറയട്ടെ. കൊമ്പിൽ തൈലം നിറയട്ടെ. കൊമ്പിൽ തൈലം നിറയട്ടെ. കൊമ്പിൽ തൈലം നിറയട്ടെ. In the name of Jesus. പരിശുദ്ധാത്മാവ് താങ്കളോട് പറയുന്നു, കൊമ്പിൽ തൈലം നിറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി ദുഃഖത്തിനകത്തിരിക്കല്ല, ഇനി നിരാശയ്ക്കകത്തിരിക്കരുത്. ഉണരുക, ഉണരുക, ഉണരുക. ഒരു ശമൂവേലിനെ തട്ടി ഉണർത്തിയതുപോലെ ദൈവാത്മാവ് ഉണർത്തുകയാണ്. ഹല്ലേലൂയ. ചില ഉയർച്ചയിൽ നിന്ന് വീണതിനെ കുറിച്ചൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ചില ഉയരത്തിൽ ഇരുന്നവരെ കുറിച്ചൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ചില വ്യക്തിക്ക് വേണ്ടി ഇത്രയും പ്രാർത്ഥിച്ചതാണല്ലോ, എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. അതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുത്തേക്ക്. അതൊക്കെ ദൈവത്തിൻ്റെ ഡിസിഷനാണ്. ദൈവത്തിന് പറയാൻ 1000 കാര്യങ്ങളും കാരണങ്ങളും ഉണ്ട്. നീ എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടിരിക്കും? കർത്താവ് ഇത്രയും കാലം നീ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. നിങ്ങളായിട്ടൊരു ഡിസിഷൻ എടുക്കും ദൈവം വെയിറ്റ് ചെയ്തു. ഇപ്പോഴും ദുഃഖം, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖം, നിരാശ, ആകുലത, ദൈവത്തോട് പിണക്കം, പ്രാർത്ഥിച്ചവരോട് പിണക്കം, എന്തോ പക, മത്സരബുദ്ധി, ശാഠ്യം, വിട്ടുകള. അത് ആഭിചാരദോഷത്തെക്കാൾ ഭയങ്കരമാണ്. അത് മിഥ്യാ പൂജയേക്കാൾ ഭയങ്കരമാണ്. അത് വിഗ്രഹാരാധനയേക്കാൾ ഭയങ്കരമാണ്. യേശുവിന്റെ നാമത്തിൽ ആ സാത്താനിയ കെണിവിട്ട് പുറത്തു വാ. പിതാവേ, ഈ ഓരോ ജനത്തിനായി ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവമഹത്വം, അസാധാരണമായൊരു ദൈവമഹത്വം ഞങ്ങളുടെ മധ്യത്തിൽ ചലിക്കുന്ന ദൈവപ്രവൃത്തിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. മഹാസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മൂടുന്ന, ദൈവവചനം കൊണ്ട് ഞങ്ങളെ മൂടുന്ന കർത്തൃസ്നേഹത്തിന് നന്ദി. എന്നെ കാണുന്ന ഓരോ ജനത്തെയും ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവരൊരു അനുഗ്രഹമായിരിക്കട്ടെ. ഇവർ അനേകർക്ക് ഒരാശ്വാസവും അനേകർക്കൊരു വിടുതലുമായി മാറട്ടെ. ഇവർ അഭിഷേകം ചെയ്യത്തക്ക നിലയിലുള്ള, ഒരു ശമൂവേലിനെ പോലെ അഭിഷേകം ചെയ്യത്തക്ക നിലയിലുള്ള ഒരു ഉന്നത പദവിയിലേക്ക് ഉയരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.